വെൽക്കം ടു വിദ്യാനദി. അപ്പോൾ എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഒന്നിൻ്റെയും തുടർച്ചയല്ല കേട്ടോ, ഒരു പുതിയ സബ്ജക്റ്റാണ് എക്കണോമിക്സ് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആട്ടോ ഈ വീഡിയോ. ഇൻട്രൊഡക്ഷൻ മാത്രം ആവശ്യമുള്ള സംഭവങ്ങളാണ്, എന്നാലും ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് ഇപ്പോൾ ഇത്. ഇപ്പോൾ തൽക്കാലം കേരള നവോത്ഥാനം ഇന്നലെ ഇട്ടു, ചിലപ്പോൾ നാളെ ഇടുമായിരിക്കും. കുറച്ച് നോട്ട് എഴുതിയിട്ടുണ്ട്, പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി ഇടും, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട്. അപ്പം നമുക്ക് എക്കണോമിക്സിലേക്ക് കിടക്കാം. എക്കണോമിക്സ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം എന്ന് വെച്ചാൽ, വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവയും പഠന വിധേയമാക്കുന്ന ശാസ്ത്രശാഖയെയാണ് നമ്മൾ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ, അഥവാ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ, വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവയും പഠന വിധേയമാക്കുന്ന ശാസ്ത്രശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. അഫനോളജി, സമ്പത്തിനെ കുറിച്ചുള്ള പഠനത്തെയാണെങ്കിൽ നമ്മൾ അഫനോളജി അല്ലെങ്കിൽ പ്ലൂട്ടോളജി എന്ന് പറയുന്നു. അഫനോളജി അല്ലെങ്കിൽ പ്ലൂട്ടോളജി എന്ന് പറയുന്നത് സമ്പത്തിനെ കുറിച്ചുള്ള പഠനം. സാമ്പത്തിക ശാസ്ത്രത്തിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും. മാക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും. സാമ്പത്തിക ശാസ്ത്രത്തിനെ രണ്ടായി തിരിച്ചിരിക്കുന്നു: സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും. അതിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം, ഒന്നാമത്തെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം അഥവാ മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ, രാജ്യത്തെ മൊത്തം ഉൽപാദനവും വിഭവ വിനിയോഗവും എങ്ങനെയാണെന്നും വില, പലിശ നിരക്ക്, വേതനം, ലാഭം തുടങ്ങിയ ചരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണെന്നും വിശകലനം ചെയ്യുന്ന ശാസ്ത്രമാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം അഥവാ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. എന്താണ്? രാജ്യത്തെ മൊത്തം ഉൽപാദനവും വിഭവ വിനിയോഗവും എങ്ങനെയാണെന്നും വില, പലിശ നിരക്ക്, വേതനം, ലാഭം തുടങ്ങിയവ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണെന്നും വിശകലനം ചെയ്യുന്ന ശാസ്ത്രമാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം അഥവാ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. മാക്രോ എക്കണോമിക്സിൻ്റെ മറ്റൊരു പേരാണ് സഞ്ചിത സാമ്പത്തിക ശാസ്ത്രം. മറ്റൊരു പേരാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ മറ്റൊരു പേരാണ് സഞ്ചിത സാമ്പത്തിക ശാസ്ത്രം. അഗ്രിഗേറ്റ് എക്കണോമിക്സ് പൊതു സിദ്ധാന്തം എന്നും അറിയപ്പെടുന്നു. ജനറൽ തിയറി, പൊതു സിദ്ധാന്തം എന്നും അറിയപ്പെടുന്നു. മറ്റൊരു പേര് സഞ്ചിത സാമ്പത്തിക ശാസ്ത്രം അഥവാ അഗ്രിഗേറ്റ് എക്കണോമിക്സ് പൊതു സിദ്ധാന്തം എന്നും അറിയപ്പെടുന്നു. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൽ കൈകാര്യം ചെയ്യുന്ന വിവരങ്ങളാണ് മൊത്തം ഡിമാൻഡ്, മൊത്തം ചിലവ്, മൊത്തം തൊഴിൽ. അതായത് മൊത്തം ഡിമാൻഡ്, അഗ്രിഗേറ്റ് ഡിമാൻഡ്, മൊത്തം ചിലവ്, അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ, മൊത്തം തൊഴിൽ, ഫുൾ എംപ്ലോയ്മെൻറ്റ്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൽ കൈകാര്യം ചെയ്യുന്ന വിവരങ്ങളാണ് മൊത്തം ഡിമാൻഡ്, മൊത്തം ചിലവ്, മൊത്തം തൊഴിൽ. അടുത്തതാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. അടുത്തതാണ് മൈക്രോ എക്കണോമിക്സ് അഥവാ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. വ്യക്തികളുടെയോ തീരുമാനം കൈക്കൊള്ളുന്നവരുടെയോ ഡിമാൻഡും സപ്ലൈയും പഠനവിധേയമാക്കുന്നതാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം അഥവാ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. വ്യക്തികളുടെയോ തീരുമാനം കൈക്കൊള്ളുന്നവരുടെയോ ഡിമാൻഡും സപ്ലൈയും പഠനവിധേയമാക്കുന്നതാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം അഥവാ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. എന്താണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം അഥവാ മൈക്രോ എക്കണോമിക്സ്? വ്യക്തികളുടെയോ തീരുമാനം കൈക്കൊള്ളുന്നവരുടെയോ ഡിമാൻഡും സപ്ലൈയും പഠന വിധേയമാക്കുന്നതാണ്. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പ്രയോക്താക്കൾ അല്ലെങ്കിൽ ഉപഭോക്താവ് എന്ന് പറയുന്നത് മാർഷൽ, റിക്കാർഡോ, പി. ഗവ് എന്നിവരാണ്. പ്രയോക്താക്കൾ അല്ലെങ്കിൽ ഉപഭോക്താവ് എന്ന് പറയുന്നത് മാർഷൽ, റിക്കാർഡോ, പി. ഗവ് എന്നിവരാണ്. വില സിദ്ധാന്തം അല്ലെങ്കിൽ പ്രൈസ് തിയറി എന്നും ഇതറിയപ്പെടുന്നു. വില സിദ്ധാന്തം അല്ലെങ്കിൽ പ്രൈസ് തിയറി ഇതറിയപ്പെടുന്നു. ദാദാഭായ് നവറോജി ആരാന്നറിയാവോ? ദാദാഭായ് നവറോജി
ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവാണ് നാദാഭായ് നവറോജി. നാദാഭായ് നവറോജി ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്. ഇന്ത്യയുടെ വദ്യവയോധികൻ എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ വദ്യവയോധികൻ എന്നറിയപ്പെടുന്നു. ഇദ്ദേഹത്തിൻ്റെ പത്രങ്ങളാണ് ദ ട്രൂത്ത് ടെല്ലർ അല്ലെങ്കിൽ വോയിസ് ഓഫ് ഇന്ത്യ എന്നിവർ. ദ ട്രൂത്ത് ടെല്ലർ, രാസ്തോഗ് ഓഫ് ദ വോയിസ് ഓഫ് ഇന്ത്യ, ഇത് രണ്ടുമാണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്, ഇന്ത്യയുടെ വദ്യവൈദ്യോധികൻ എന്നറിയപ്പെടുന്നു. ഇദ്ദേഹത്തിൻ്റെ പത്രങ്ങളാണ് ട്രൂത്ത് ടെല്ലറും വോയിസ് ഓഫ് ഇന്ത്യയും. ജയിൽ ജീവിത ചിലവ് സൂചിക പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി ദരിദ്രരേഖ കണക്കാക്കിയ വ്യക്തിയാണ് നാദാഭായ് നവറോജി. ജയിൽ ജീവിത ചിലവ് സൂചിക പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി ദാരിദ്ര്യരേഖ കണക്കാക്കിയ വ്യക്തിയാണ് ദാദാഭായ് നവറോജി. ചോർച്ചാ സിദ്ധാന്തം അഥവാ ഡ്രെയിൻ തിയറി. ചോർച്ചാ സിദ്ധാന്തം അഥവാ ഡ്രെയിൻ തിയറി ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ നിന്ന് വൻതുക ബ്രിട്ടനിലേക്ക് ഒഴുകുന്നതാണ് ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാരണമെന്ന് വിശദീകരിച്ച നാദാഭായ് നവറോജിയുടെ സിദ്ധാന്തം. അതാണ് ചോർച്ചാ സിദ്ധാന്തം. അപ്പോൾ എന്താണ് ചോർച്ചാ സിദ്ധാന്തം? ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ നിന്ന് വൻതുക ബ്രിട്ടനിലേക്ക് ഒഴുകുന്നതാണ് ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാരണമെന്ന് വിശദീകരിച്ച നാദാഭായ് നവറോജിയുടെ സിദ്ധാന്തമാണ് ചോർച്ചാ സിദ്ധാന്തം അഥവാ ഡ്രെയിൻ തിയറി. ചോർച്ചാ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട നവറോജി എഴുതിയ ഗ്രന്ഥമാണ് പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ചോർച്ചാ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് നവറോജി എഴുതിയ ഗ്രന്ഥം പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. നാദാഭായ് നവറോജിയുടെ പേരിൽ പുരസ്കാരം ഏർപ്പെടുത്തിയ രാജ്യമാണ് ബ്രിട്ടൻ. നാദാഭായ് നവറോജിയുടെ പേരിൽ പുരസ്കാരം ഏർപ്പെടുത്തിയ രാജ്യമാണ് ബ്രിട്ടൻ. ഇന്ത്യൻ സാമ്പത്തിക ചോർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ. ഇന്ത്യൻ സാമ്പത്തിക ചോർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകൽ. ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകൽ ഒന്നാമത്തെ ഇന്ത്യൻ സാമ്പത്തിക ചോർച്ചയ്ക്കുള്ള പ്രധാന കാരണം. ഒന്നാമത്തേത്, ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകൽ. 2, ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾ തുച്ഛമായ വില നൽകി ശേഖരിച്ച് അതുകൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ കൂടിയ വിലയ്ക്ക് ഇന്ത്യൻ കമ്പോളത്തിൽ തന്നെ വിറ്റഴിക്കൽ. അതായത് ഇന്ത്യയിൽ നിന്ന് ചെറിയ വില കൊടുത്ത് തുച്ഛമായ വില നൽകി കുറേ സംഭവങ്ങൾ ശേഖരിക്കും. അത് വേറെ എന്തെങ്കിലും ഒരു സംഭവം ആക്കിയിട്ടുണ്ടാക്കിയിട്ട് അത് ഇന്ത്യയിലെ കമ്പോളത്തിൽ തന്നെ കൊണ്ടുവരും. അത് വലിയ വില എടുത്ത് അവർ തന്നെ മേടിച്ചുകൊണ്ട് പോകും. അതായിരുന്നു രണ്ടാമത്തെ കാരണം. ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾ തുച്ഛമായി വില നൽകി ശേഖരിച്ച് അതുകൊണ്ട് ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ കൂടിയ വിലയ്ക്ക് ഇന്ത്യൻ കമ്പോളത്തിൽ തന്നെ വിറ്റഴിക്കൽ. മൂന്നാമത്തേത്, ബ്രിട്ടന്റെ സാമ്രാജ്യ വികസനത്തിന് വേണ്ടി ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിക്കൽ. ബ്രിട്ടന്റെ സാമ്രാജ്യത്വ വികസനത്തിന് വേണ്ടി ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിക്കൽ. ഇന്ത്യൻ തൊഴിലാളികളെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുകയും കാർഷിക വ്യവസായ ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യൽ. ബ്രിട്ടന്റെ സാമ്രാജ്യ വികസനത്തിന് വേണ്ടി ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിക്കൽ, ഇന്ത്യൻ തൊഴിലാളികളെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുകയും കാർഷിക വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യൽ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചത് എക്കണോമിക്സ് എന്താണ്, എക്കണോമിക്സ് അത് 2 തരം. എക്കണോമിക്സിൻ്റെ പഠനം എന്താണ്, പഠനത്തെ എന്ത് പറയുന്നു, അഫയോളജി അല്ലെങ്കിൽ പ്ലൂട്ടോളജി, നാദാഭായ് നവറോജിനെ കുറിച്ച്, പിന്നെ ഇന്ത്യയുടെ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണങ്ങളായത് എന്തൊക്കെ. ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു ഇൻട്രൊഡക്ഷൻ പോലെ. ബാക്കി എക്കണോമിക്സിന് നോട്ട് പറയാം കേട്ടോ. പഞ്ചവത്സര പദ്ധതികളൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻ്റാണ്. കഴിഞ്ഞ ദിവസം പ്രസൻറ്റ് എക്സാമൊക്കെ നടന്നപ്പോൾ എത്ര ക്വസ്റ്റ്യനാണ് ചോദിച്ചിരുന്നതെന്ന് അറിയാമോ?
അപ്പം എല്ലാ വീഡിയോസും ഞാൻ ഇടാതെ എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അകത്ത് എക്സ്ട്രാ പോയിൻറ്റ്സ് വല്ലതും ആരുടെയും കയ്യിലുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. താല്പര്യം ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഓൾ. എല്ലാം മനസ്സിലായെന്ന് ഇതും വിചാരിക്കുന്നു.